Okay, today we are going to discuss about phenol. Phenol എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ അറ്റ്ലീസ്റ്റ് 1 OH ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഫിനോൾ എന്ന് പറയാം. അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുമ്പോൾ AROH ആണ്. ഇതിൽ AR എന്ന് പറയുന്നത് ഫിനൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനൈൽ ഗ്രൂപ്പ് ആവാം. ഇനി അതിൻ്റെ നോമൻക്ലേച്ചർ പറയുമ്പോൾ നമുക്കറിയാം IUPAC നെയിം എന്ന് പറയുമ്പോൾ ഫിനോളാണ് അല്ലെങ്കിൽ ബെൻസിനോളാണ്. അപ്പോൾ ആദ്യമൊക്കെ ഫിനോൾ എന്ന് പറയുന്നത് കോമൺ നെയിമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ UPSC ആക്സെപ്റ്റ് ചെയ്ത നെയിമാണ് ഫിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനോളിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓർത്തോ പൊസിഷനിലാണെങ്കിൽ നമുക്കത് അതിനെ പറയാം 1,2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയാം. മെറ്റാ പൊസിഷനിലാണെങ്കിൽ 1,3 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയാം. അതുപോലെ തന്നെ പാരാ പൊസിഷനിലാണെങ്കിൽ 1,4 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അങ്ങനെ ഫിനോളിന് നമുക്ക് നെയിം കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴെ കോമൺ നെയിം എന്ന് പറയുമ്പോൾ ഓർത്തോ ബ്രോമോഫിനോൾ ആണ്. ഇതിൻ്റെ ഓർത്തോ പൊസിഷനിലാണ് ബ്രോമിൻ, അപ്പോൾ ഓർത്തോ ബ്രോമോഫിനോൾ. അതുപോലെ മെറ്റാ പൊസിഷനിലാണ് N2O ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക മെറ്റാ നൈട്രോഫിനോൾ എന്ന് പറയാം. അതുപോലെ പാരാ പൊസിഷനിലാണ് ഇതേൽ ഗ്രൂപ്പ്, അപ്പോൾ നമുക്കതിനെ പാരാ ഇതേൽ ഫിനോൾ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ IUPAC നെയിമാണ് 2 ബ്രോമോഫിനോൾ, അതുപോലെ 3 നൈട്രോഫിനോൾ, 4 ഇതേൽ ഫിനോൾ. അതുപോലെ തന്നെ 2 or more സബ്സ്റ്റിറ്റ്യൂവൻസ് വരാൻ ഈ OH ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ അങ്ങനെയുള്ള ഫിനോൾസ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിക്രിക് ആസിഡ്, IUPAC നെയിം 2,4,6 ട്രൈനൈട്രോഫിനോൾ. അതുപോലെ തന്നെ IUPAC നെയിം മാത്രമല്ല 4-chloro-2 നൈട്രോഫിനോൾ അല്ലേ. അപ്പോൾ ഫോർ നെയിമിംഗ് ഡൈഹൈഡ്രോക്സി 1,2, 1,3, 1,4 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ബെൻസീൻ. അതുപോലെ തന്നെ നമുക്ക് ഓർത്തോ, മെറ്റ, പാര അതുപോലെയുള്ള നെയിംസ് IUPAC നോമൻക്ലേച്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ ബെൻസീൻ 1,2 ഡയോൾ, ബെൻസീൻ 1,3 ഡയോൾ, ബെൻസീൻ 1,4 ഡയോൾ അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ട്രൈ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ഓഫ് ബെൻസീൻ ആർ സിമിലർലി നെയ്മഡ് ആസ് ബെൻസീൻ ട്രയോൾസ്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ നമ്പറിങ്ങിലും നമുക്ക് ഈ ബെൻസീൻ ട്രയോൾസിനെ ചെയ്യാൻ പറ്റും. ദ ഹൈഡ്രോക്സി ആൻഡ് ട്രൈ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ഓഫ് ബെൻസീൻ ആൾസോ ഹാവ് അതർ വെരി ഫ്രീക്വൻലി യൂസ്ഡ് സ്പെഷ്യൽ നെയിംസ്. അപ്പോൾ സ്പെഷ്യൽ നെയിംസ് ആയിട്ട് നമ്മളിപ്പോൾ പിക്രിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ പോലെ സ്പെഷ്യൽ നെയിംസ് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് താഴെ പറയുന്നത്. ഇവിടെ മോണോ, അതുപോലെ ഡൈ, ട്രൈ ആൻഡ് പോളിഹൈഡ്രിക് ഫിനോൾസ് കാണാൻ പറ്റും. അത് മോണോഹൈഡ്രിക് ഫിനോൾസിന് എക്സാമ്പിളാണ് നമ്മൾ ഫിനോള്, ഓർത്തോക്രസോള്, മെറ്റാക്രസോള്, പാരാക്രസോള്. അപ്പോൾ മോണോഹൈഡ്രിക് എന്ന് പറയുമ്പോൾ ഒരു OH ഗ്രൂപ്പുള്ള ഫിനോളിനെയാണ് നമുക്ക് പറയാം അതിന് മോണോഹൈഡ്രിക് ഫിനോള്. അതുപോലെ തന്നെ ഡൈഹൈഡ്രിക് ഫിനോളാണ് നമ്മൾ പറയുന്നത്. കോമൺ നെയിംസാണ് നമ്മൾ പറയുന്നത് കാറ്റിക്കോള്, റിസോൾസിനോൾ ആൻഡ് ക്യൂനോള്. അപ്പോൾ 2 ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനെന്ത് പറയാം, ഡൈഹൈഡ്രിക് ഫിനോൾസ് എന്ന് പറയാം. അതുപോലെ ട്രൈഹൈഡ്രിക് ഫിനോൾസ് ആണ് താഴെ കൊടുത്തത്. പൈറോഗാലോള്, ഹൈഡ്രോക്സി ക്യൂനോള്, ഫ്ലോറോഗ്ലൂസിനോള്. അപ്പോൾ 3 OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ട്രൈഹൈഡ്രിക് ഫിനോൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇനി സോഴ്സ് ഓഫ് ഫിനോൾസ് ആണ് പറയുന്നത്. സോഴ്സ് എന്ന് പറയുമ്പോൾ ഫിനോൾസ് സാധാരണയായിട്ട് കോൾട്ടാറിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഫ്രാക്ഷൻസ് ആണ് ഫിനോൾസ്, അതുപോലെ ക്രസോൾസ് ഒക്കെ. ഫിനോൾ പ്രസൻറ്റ് ചെയ്യുന്നത് മിഡിൽ ഓയിൽ ഫ്രാക്ഷനിലും, അതുപോലെ ക്രസോൾസ് പ്രസൻറ്റ് ചെയ്യുന്നത് ക്രസോട്ട് ഓയിലുമാണ്. ക്രസോട്ട് ഓയിൽ ഹെവി ഓയിലാണ്. പ്രിപ്പറേഷൻ ഓഫ് ഫിനോളാണ് നമുക്ക് പറയാനുള്ളത്. അത് ക്യൂമീൻ എന്നാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യൂമീൻ നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കണം. ബെൻസീനും പ്രൊപ്പിലീനും വെച്ചിട്ട് ക്യൂമീൻ ഉണ്ടാക്കുകയാണ് ഫ്രെഡറിക് ഗ്രാഫ് അസൈലേഷൻ വഴി. അപ്പോൾ ഫെറിക്ലോറൈഡോ അല്ലെങ്കിൽ H3PO4ൻ്റെ പ്രസൻസിലാണ് നമ്മൾ ക്യൂമീൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് Cumin is readily oxidized by air to form cumene hydroperoxide, which is converted into phenol by treatment in aqueous acid. അപ്പോൾ നമ്മൾ ഓക്സിഡൈസ് ചെയ്യാണ് 333 to 353 കെൽവിനിൽ ഓക്സിഡൈസ് ചെയ്യാണ് ക്യൂമീനെ. അപ്പോൾ ക്യൂമീൻ ഹൈഡ്രോപെറോക്സൈഡ് കിട്ടും. അതിനെ നമ്മൾ അക്വസ് ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനോളും അസറ്റോണും കിട്ടും. നമ്മൾ സാധാരണയായിട്ട് 80% ഫിനോളും ഉണ്ടാക്കുന്നത്, വേൾഡ് പ്രൊഡക്ഷനിൽ ഫിനോൾ ഉണ്ടാക്കുന്നത് ഈ മെത്തേഡ് വഴിയാണ്, ക്യൂമീൻ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാല്യുബിൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അസറ്റോൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിനോളും അസറ്റോണും 2 പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ആലുവയിൽ ഈ മെത്തേഡ് വെച്ചിട്ടാണ് ഫിനോളും അസറ്റോണും പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡിനും ഫിനോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബെൻസീൻ സൾഫോണേറ്റഡ് വിത്ത് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് oleum to get benzene sulfonic acid. It is heated with molten sodium hydroxide to get sodium phenoxide.
അപ്പോൾ ബെൻസീൻ സൾഫോണിക് ആസിഡാണ് നമ്മളിവിടെ കാണിച്ചത്. ബെൻസീൻ ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടി. അതിന് മോൾട്ടൺ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ സോഡിയം ബെൻസീൻ സൾഫോണേറ്റ് ആണ് അവിടെ കിട്ടുന്നത്. വീണ്ടും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ സോഡിയം ഫിനോക്സൈഡ് അയോൺ കിട്ടി. ദെൻ H+ or H2O അല്ലേ, അസിഡിഫിക്കേഷൻ നടത്താണ്. അപ്പോൾ നമുക്കവിടെ ഫീനോൾ കിട്ടി. അപ്പോൾ രണ്ട് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഫ്രം ക്ലോറോബെൻസീൻ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ക്ലോറോബെൻസീൻ എന്നാണ്. അതിന് നമുക്ക് ഡോസ് പ്രോസസ് എന്ന് പറയാം. ക്ലോറോബെൻസീൻ ഹീസ് ഹീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് അറ്റ് 300 degrees Celsius ആൻഡ് 300 atm പ്രഷർ ടു ഗെറ്റ് സോഡിയം ഫിനോക്സൈഡ് അയോൺ. അതിനെ അസിഡിഫൈ ചെയ്താൽ നമുക്ക് ഫീനോൾ കിട്ടും. ക്ലോറോബെൻസീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യാണ് 300 degrees Celsius ടു അതുപോലെ 300 atm പ്രഷറിൽ. അപ്പോൾ സോഡിയം ഫിനോക്സൈഡ് അയോൺ കിട്ടി. അതിനെ നമ്മൾ അസിഡിഫൈ ചെയ്യാണ് HCl വെച്ചിട്ട്. അപ്പോൾ നമുക്കവിടെ ഫിനോൾ കിട്ടി. ഇനി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫിനോൾസ് ആണ് പറയുന്നത്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ആദ്യം അസിഡിറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം അത് ആൽക്കലി മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫിനോക്സൈഡ് അയോൺ ഫോം ചെയ്യും. അപ്പോൾ ഫിനോൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഫിനോക്സൈഡ് അയോണായിട്ട് മാറി. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് അയോൺ ചെയ്താലും നമുക്കവിടെ സോഡിയം ഫിനോക്സൈഡ് അയോണാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫിനോളും അതുപോലെ തന്നെ സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ഫിനോക്സൈഡ് അല്ലേ. അതിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ കൊടുത്തത്. ഫിനോളും സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്താൽ സോഡിയം ഫിനോക്സൈഡ് അയോൺ. അതിന് എക്സാമ്പിളും അതിൻ്റെ ജനറൽ ഫോമുലയാണ് നമ്മൾ മുകളിൽ കൊടുത്തത്. ഇനി നമ്മളത് സഫിഷ്യൻ്റ്ലി അസിഡിക്കാണ്. നമ്മൾ ആൽക്കഹോളിനേക്കാളും അസിഡിക്കാണ് ഫിനോൾ എന്ന് പറയുന്നത്. പക്ഷേ സോഡിയം ബൈകാർബണേറ്റ് ആയിട്ടും കാർബണേറ്റ് ആയിട്ടും അത് റിയാക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഫിനോളിന് 10⁻⁻10 ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡിൽ 10⁻⁻5 ആണ്. പക്ഷേ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 10⁻⁻6 to 10⁻⁸ ആണ്. അപ്പോൾ ഫിനോൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങർ ആസിഡാണ് ആൽക്കഹോളിനേക്കാളും, ബട്ട് വീക്കർ ആസിഡാണ് കാർബോക്സിലിക് ആസിഡിനേക്കാളും. അപ്പോൾ തന്നെ അസിഡിക് ബിഹേവിയർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? രണ്ട് റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. ഡ്യൂ ടു റെസൊണൻസ് ദ ഓക്സിജൻ ആറ്റം ഓഫ് OH ഗ്രൂപ്പ് അക്വയർസ് എ പോസിറ്റീവ് ചാർജ് വിച്ച് ഹെൽപ്പ് ദി റിലീസ് ഓഫ് എ പ്രോട്ടോൺ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ചാർജ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് വരും? OH ഗ്രൂപ്പ് അക്വയർസ് എ പോസിറ്റീവ് ചാർജ് വിച്ച് ഹെൽപ്പ് ദി റിലീസ് ഓഫ് പ്രോട്ടോൺ. അപ്പോൾ പോസിറ്റീവ് ചാർജ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രോട്ടോണിന് റിലീസ് എളുപ്പമാവും. അതുപോലെ അതാണ് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഓഫ് ഫിനോൾ. 5 സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എന്താണ്? OH ഇവിടെ റെസൊണേറ്റിംഗ് സ്ട്രക്ചറിൽ നമ്മൾ ഡീലോക്കലൈസേഷൻ ഇലക്ട്രോൺ നടക്കും. അപ്പോൾ മൈനസ് ചാർജ് ഏതിലൊക്കെ വരും? ഇവിടെ മറ്റേ 2 ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലാണ് മൈനസ് ചാർജ് ഡീലോക്കലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഫിനോളിൻ്റെ അസിഡിറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ രണ്ടാമത്തേന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് ഫിനോൾ ടു ഫിനോക്സൈഡ് അയോൺ. അപ്പോൾ ഫിനോക്സൈഡ് അയോണായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രോട്ടോൺ കൂടെ ഉണ്ടാവും. അപ്പോൾ the equilibrium lies between mainly towards the right hand side as the resulting phenoxide ion is more stabilized by resonance as compared to phenol. അപ്പോൾ നമ്മൾ ഫിനോളിനേക്കാളും മോർ സ്റ്റെബിലൈസ്ഡ് ആണ് നമ്മുടെ ഫിനോക്സൈഡ് അയോൺ. കാരണം ഇതിൽ നെഗറ്റീവ് ചാർജ്, മറ്റേതിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണ് ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. ഇതിൽ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ 2 പാരാ പൊസിഷനിലും ഒരു ഓർത്തോ പൊസിഷനിലും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കും. അപ്പോൾ ഫിനോക്സൈഡ് അയോണിൽ നെഗറ്റീവ് ചാർജ് മാത്രമാണ് ഡീലോക്കലൈസേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചാർജ് സെപ്പറേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഫിനോക്സൈഡ് അയോൺ കൂടുതൽ സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുക സെപ്പറേഷൻ. ദർ ഈസ് നോ ചാർജ് സെപ്പറേഷൻ. ഫർദർ ദർ ഈസ് ഡീലോക്കലൈസേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് ഓവർ ദി റിംഗ്. ബോത്ത് ദീസ് ഫാക്ടേഴ്സ് ആർ സ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ്. സോ although there is also charge delocalization in phenol. അപ്പോൾ ഇറ്റ്സ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് 2nd, 3rd, 4th are dipolar structure having both positive and negative charge. Due to this charge separation, their stability is low and consequently their contribution to the total number of phenol is also low. അപ്പോൾ ഫിനോൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഫിനോക്സൈഡ് ആയാലും നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്റ്റെബിലൈസ്ഡ് ഫോമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോട്ടോൺ റിലീസിങ് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ഓഫ് റെഫറൻസ് സ്റ്റെബിലൈസേഷൻ സീൻ ഇൻ ഫിനോൾ ഓർ ഫിനോക്സൈഡ് അയോൺ ഫേവറിംഗ് ദി റിലീസ് ഓഫ് പ്രോട്ടോൺ ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൻ ആൽക്കഹോൾ
or the alkoxide ion due to the absence of pi bonds. Therefore, phenols are more acidic than alcohol. അപ്പോൾ എപ്പോഴും ഫിനോൾ എന്ന് പറയുന്ന ആൽക്കഹോളിനേക്കാളും ആസിഡിക് ആയിരിക്കും. ഇനി ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി അസിഡിറ്റി ഓഫ് ഫിനോൾ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള NO2, CN, CHO, COH അത് അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിനോളിലുള്ള അസിഡിക് സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യാണ്. കാരണം നമ്മൾ ഓർത്തോ പാരാ പൊസിഷനിൽ ഈ ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിനോക്സൈഡ് ആയതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഡീലോക്കലൈസേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് ത്രൂ നെഗറ്റീവ് മീൻസോമറിക് ഓർ റെസൊണൻസ് ഇഫക്റ്റ് വരും അല്ലേ. നെഗറ്റീവ് ചാർജ് നമ്മുടെ ഓർത്തോ പാരാ പൊസിഷനിൽ ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ -m ഇഫക്റ്റും -r ഇഫക്റ്റുമാണ്. -m ഓർ -r ഇഫക്റ്റ് മീൻസോമറിക് ഓർ റെസൊണൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ദ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഓഫ് പാരാ നൈട്രോ ഫിനോക്സൈഡ് അയോൺ ഗിവൺ ബിലോ. അപ്പോൾ അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നോക്കുക. അത് പാരാ പൊസിഷനിലാണ് NO2. അപ്പോൾ NO2 എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ നെഗറ്റീവ് ചാർജിനെ വിത്ഡ്രോ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യും? H പ്ലസിനെ പ്രോട്ടോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, അപ്പം NO2 പാരാ പൊസിഷനിലോ അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനിലോ ആകുമ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഫിനോക്സൈഡ് അയോൺ സ്റ്റെബിലിറ്റി കൂടുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ nitrophenol has a greater tendency to donate proton than phenol and is thus more acidic than phenol. Okay, അപ്പോൾ the acidity order of nitrophenol and phenol may be given as shown below. അപ്പോൾ ഓർത്തോ നൈട്രോഫിനോളിൻ്റെ പാരാ നൈട്രോഫിനോളിൻ്റെ അതുപോലെ മെറ്റാ നൈട്രോഫിനോളിൻ്റെ അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ് നമ്മൾ കൊടുത്തത്. ഓർഡർ കൊടുക്കുമ്പോൾ പാരാ നൈട്രോഫിനോൾ ആണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി, ദെൻ ഓർത്തോ നൈട്രോഫിനോൾ, ദെൻ മെറ്റാ നൈട്രോഫിനോൾ ആൻഡ് ഫിനോൾ. അപ്പോൾ മെറ്റാ നൈട്രോഫിനോളിന് നമുക്കറിയാം അതിൻ്റെ മെറ്റാ പൊസിഷനിൽ ഡീലോക്കലൈസേഷൻ വരുന്നില്ല അല്ലേ. നെഗറ്റീവ് ചാർജിൻ്റെ ഡീലോക്കലൈസേഷൻ മെറ്റാ പൊസിഷനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ മെറ്റാ നൈട്രോഫിനോളാണ് ഓർത്തോനെയും പാരനേക്കാളും ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരുന്നത്. ഏറ്റവും കുറവ് അസിഡിറ്റി വരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ഫിനോളിന്, പിന്നെ മെറ്റാ നൈട്രോഫിനോൾ, ദെൻ ഓർത്തോ നൈട്രോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് പാരാ നൈട്രോഫിനോളിനാണ്. ഇനി ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസ് ദി ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. പിന്നെ 2,4,6 ട്രൈനൈട്രോഫിനോൾ ആകുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആസിഡിറ്റിയാണ്. അതുപോലെ 2,4 ഡൈനൈട്രോഫിനോൾ ആകുമ്പോൾ പിന്നെയുള്ള ആസിഡിറ്റി, ദെൻ 4 നൈട്രോഫിനോൾ ആകുമ്പോൾ ദെൻ ഫിനോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, NH2 ഗ്രൂപ്പ് ആവാം, OH, OR ഇതൊക്കെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അതിൽ ഓർത്തോ പാരാ പൊസിഷനിൽ വരുമ്പം അതിൻ്റെ ഫിനോക്സൈഡ് ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇൻറ്റൻസിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ത്രൂ ഇലക്ട്രോൺ റിലീസ് ബൈ പോസിറ്റീവ് മീസോമറിക് ഓർ റെസൊണൻസ് ഇഫക്റ്റ്. അവിടെ പോസിറ്റീവ് മീസോമറിക് അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റാണ് വരുന്നത്. അത് ഫിനോക്സൈഡിൻ്റെ ഫോർമേഷന് ഫേവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആസിഡിക് സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക, ഡിക്രീസ് ഇൻ ആസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫിനോൾ. ഇവിടെ നോക്കുക, ക്രസോളിൻ്റെ കേസിൽ മെറ്റാക്രസോൾ, പാരാക്രസോൾ ആൻഡ് ഓർത്തോക്രസോൾ അല്ലേ. അപ്പോൾ ഇവിടെ CH3 ആണ്, NO2 അല്ല, CH3 ആണ് ഇവിടെ വരുന്നത്, പാരാക്രസോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഏതിനാണ്? ഫിനോളിനാണ്. ഏറ്റവും കുറവ് വരുന്നത് പാരാക്രസോൾ അല്ലെങ്കിൽ ഓർത്തോക്രസോളാണ്. കാരണം അത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫിനോക്സൈഡ് അയോണിന് ഫോർമേഷന് ഫേവർ അല്ല. അവിടെ +m അല്ലെങ്കിൽ +r ഇഫക്റ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യും? ഇൻക്രീസ് ദി ആസിഡ്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ആസിഡിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നോക്കുക, പാരാനൈട്രോഫിനോൾ, ഫിനോൾ, പാരാമിതോക്സിഫിനോൾ. അപ്പോൾ പാരാനൈട്രോഫിനോളിനാണ് ഏറ്റവും ആസിഡിറ്റി കൂടുതൽ, കാരണം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ് NO2. ദെൻ ഫിനോൾ, ദെൻ OCH3 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് ഏറ്റവും കുറവ് അസിഡിറ്റിയാണുള്ളത്. ഇനി നമ്മൾ ആരോമാറ്റിക് റിങ്ങിൻ്റെ റിയാക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കറിയാം, ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പവർഫുൾ ആക്ടിവേറ്ററാണ്. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയാണ് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണിത്. അപ്പോൾ ഫിനോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓർത്തോഫിനോൾ സൾഫോണിക് ആസിഡും പാരാഫിനോൾ സൾഫോണിക് ആസിഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സൾഫോണേഷൻ. സൾഫ്യൂരിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്താൽ ഓർത്തോഫിനോൾ സൾഫോണിക് ആസിഡും പാരാഫിനോൾ സൾഫോണിക് ആസിഡും ഉണ്ടാവും. റൂം ടെമ്പറേച്ചറിൽ ഓർത്തോ ഐസോമറാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ എലവേറ്റഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ പാരാ ഐസോമർ ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് വരാം. ഇനി നൈട്രേഷനാണ് നമ്മൾ പറയുന്നത്. HNO3 റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഫിനോളായിട്ട് റിയാക്ട് ചെയ്താൽ ഓർത്തോ നൈട്രോഫിനോളും പാരാ നൈട്രോഫിനോളും 2 ഐസോമേഴ്സ് ഫോം ചെയ്യും, മിക്സ്ചർ ഓഫ് ഐസോമേഴ്സ്. ഇവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഓർത്തോ നൈട്രോഫിനോളിലുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പാരാ നൈട്രോഫിനോളിലുള്ളത്. അതുകൊണ്ട് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പാരാ നൈട്രോഫിനോളിലും കാണുന്നുണ്ട്. അതുപോലെ അത് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് അത് മോർ വോൾട്ടൈലാണ്. മറ്റതിൽ പാരാനൈട്രോഫിനോൾ ആകുമ്പോൾ ലെസ് വോൾട്ടൈലാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാണിക്കുന്നത്. ഇതാണ് ഇൻട്രാമോളിക്കുലർ, ഇതിന് മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് 2 മോളിക്യൂൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, അതാണ് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇത് ലെസ് വോൾട്ടൈലാണ്, ഇത് മോർ വോൾട്ടൈലാണ്. അപ്പോൾ നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫിനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പിക്രിക് ആസിഡാണ് കിട്ടുന്നത്. 2,4,6 ട്രൈനൈട്രോഫിനോൾ, അത് പിക്രിക് ആസിഡാണ്. ദെൻ ഫിനോളിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് 2,4,6 പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെസ് ഈൽഡാണ് കിട്ടുന്നത്. അപ്പോൾ മോർ ഈൽഡ്, ഗുഡ് ഈൽഡ് കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം, ഫിനോള് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്കവിടെ ഒരു ഓർത്തോ പാരാ ഐസോമർ കിട്ടും, ഫിനോൾ സൾഫോണിക് ആസിഡിനെ. അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ അങ്ങനെ നൈട്രേഷൻ ചെയ്യുമ്പോഴാണ് പിക്രിക് ആസിഡ് ഗുഡ് ഈൽഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ പിക്രിക് ആസിഡ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിയാക്ഷനാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഹാലജനേഷനാണ്. ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രോമിനും ക്ലോറിനും അയഡിനൊക്കെ നമ്മൾ ഹാലജനേറ്റ് ചെയ്യാം. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഫിനോൾ ബെൻസീൻ റിങ്ങിൽ ഫിനോളിൻ്റെ റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫിനോൾ വെൻ ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ കിട്ടും അല്ലേ. അപ്പം 3 ബ്രോമിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ CS2, CHCl3, CCl4 ഇതിലേതെങ്കിലും ഒരു സോൾവെൻറ്റ് വെച്ചിട്ട് നമ്മൾ ബ്രോമിനായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓർത്തോ ബ്രോമോഫിനോൾ. അതുപോലെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോളാണ് നമുക്കപ്പോൾ ഇവിടെ കിട്ടുന്നത്. ഓർത്തോ ബ്രോമോഫിനോൾ ആൻഡ് പാരാ ബ്രോമോഫിനോൾ. അപ്പം ഓർത്തോ ബ്രോമോഫിനോളിൻ്റെയും പാരാ ബ്രോമോഫിനോളിൻ്റെയും ഒരു മിക്സ്ചറാണ് നമുക്കവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റൈമർ-ടൈമാൻ റിയാക്ഷൻ, ഫോർമൈലേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റൈമർ-ടൈമാൻ റിയാക്ഷനാണ് പറയുന്നത്. അതിൽ ഫിനോള് 70 ഡിഗ്രി സെൽഷ്യസിൽ റിഫ്ലക്സ് ചെയ്യുകയാണ് ക്ലോറോഫോം വെച്ചിട്ട് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ അതിന് അസിഡിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് CHO ഗ്രൂപ്പ് അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമുക്ക് പറയാം ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ സാലിസിലാൽഡിഹൈഡ്. ഇതാണ് മേജർ പ്രൊഡക്റ്റ് കിട്ടുക. This reaction is called a Reimer-Tiemann reaction. A small amount of para-hydroxybenzaldehyde is also obtained. അപ്പോൾ നമ്മൾ ഫിനോളിനെ ക്ലോറോഫോമും സോഡിയം ഹൈഡ്രോക്സൈഡും വെച്ചിട്ട് നമ്മൾ 70 ഡിഗ്രി സെൽഷ്യസിൽ റിഫ്ലക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സോഡിയം സാൾട്ട് ഓഫ് ബെൻസാൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പാരാ ഐസോമറും കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസിഡിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് സാലിസിലാൽഡിഹൈഡ് കിട്ടും. അതുപോലെ തന്നെ പാരാ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നത്. CHCl3ക്ക് പകരം CCl4 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡ് ഈസ് ഫോംഡ്. അപ്പോൾ നമ്മൾ നോക്കുക ഫിനോള് CCl4 ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ദെൻ H+ വെച്ചിട്ട് അസിഡിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടും. ഓക്കെ, CHCl3ക്ക് പകരം CCl4 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പം നമുക്ക് ഈ റിയാക്ഷൻ എന്ത് പറയാം, റൈമർ-ടൈമാൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതൊരു കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. അപ്പോൾ സാലിസിലാൽഡിഹൈഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്
ആസ്പിരിൻ്റെ ഡെറിവേറ്റീവ്, അതിൻ്റെ ഡെറിവേറ്റീവാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗാണ്. അപ്പോൾ ആസ്പിരിൻ്റെ മാനുഫാക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാലിസിലിക് ആസിഡ്. ഓക്കെ, ഇനി അതിൻ്റെ മെക്കാനിസം പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോഫൈലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഡൈക്ലോറോ കാർബീനാണ്, CCl2 അല്ലേ. ഡൈക്ലോറോ കാർബീൻ ഈസ് ഫോംഡ് ബൈ ദി ആക്ഷൻ ഓഫ് സ്ട്രോങ് ആൽക്കലി ഓൺ ക്ലോറോഫോം. അപ്പോൾ ക്ലോറോഫോമും ആൽക്കലിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് CCl3 ഉണ്ടാവും. ആ CCl3 എന്ത് ചെയ്യും, അതിനെ ഡീലോക്കലൈസ് ചെയ്തിട്ട് ഇലക്ട്രോൺസിൻ്റെ ഡൈക്ലോറോ കാർബീനും Cl- റിമൂവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോഫൈലാണ് CCl2 എന്ന് പറയുന്നത്. അത് നമ്മൾ ഫീനോക്സൈഡ് അയോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ റിയാക്ഷൻ്റെ മെക്കാനിസമാണ് CCl2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ഓർത്തോ പൊസിഷനിൽ CCl2 വരും. ദെൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദെൻ ഹൈഡ്രജൻ പ്രോട്ടോണിന് എന്ത് ചെയ്യും, അവിടെ ട്രാൻസ്ഫർ നടക്കും. പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, OHCHCl2 എന്നുള്ള ഈ പ്രൊഡക്റ്റ് കിട്ടും. ഈ പ്രൊഡക്റ്റ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, OH- സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് CHO ആക്കി മാറ്റുന്നത്, ഈ CHCl2നെ. ദെൻ അത് H+ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് സാലിസിൽ ആൽഡിഹൈഡ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോൾബ് റിയാക്ഷനാണ്, കോൾബ് ഷ്മിത്ത് റിയാക്ഷൻ. അപ്പോൾ സോഡിയം ഫീനോക്സൈഡ് അയോണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് 125 ഡിഗ്രി സെൽഷ്യസിൽ 5 to 7 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. അപ്പോൾ നമുക്ക് മോണോ സോഡിയം സാലിസിലേറ്റ് ആണ് കിട്ടുന്നത്. അതിനെ അസിഡിഫൈ ചെയ്താൽ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് കോൾബ് ഷ്മിത്ത് റിയാക്ഷൻ അല്ലെങ്കിൽ കോൾബ് റിയാക്ഷൻ. ഇതൊരു കാർബണേഷൻ ഓർ കാർബോക്സിലേഷൻ റിയാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്ന് പറയുമ്പം നോക്കാം, ഫീനോക്സൈഡ് അയോണിനെ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അത് ഓർത്തോ പൊസിഷനിൽ വന്ന് ലിങ്ക് ചെയ്യും. ദെൻ ആ ONA+ ഫീനോക്സൈഡ് അയോണിലെ സോഡിയം, ആ സോഡിയം കാർബൺ ഡൈ ഓക്സൈഡിലെ ഓക്സിജനായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ H+ ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സാലിസിലിക് ആസിഡ് കിട്ടും. ഓക്കെ.